കുളമെന്ന സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയുടെ സുഖ ശീതളമിയിലാണ് ഗോപാലേട്ടന്റെ വീട്. ചുറ്റും ഔഷധ സസ്യങ്ങളും നക്ഷത്ര മരങ്ങളും തണൽ വിരിച്ച പച്ചപ്പും. വീടിന് ചുവട്ടിലെ കുളത്തിൽ പാമ്പുകളും ആമകളും മീനുകളും സ്വസ്ഥമായി ജീവിക്കുന്നു. കോഴിക്കോട് മുക്കം തച്ചാലത്ത് ഗോപാലേട്ടന്റെ വീടും പരിസരവും കണ്ണിന് കുളിർമ തരുന്ന അതിശയ കാഴ്ചയാണ്. പാടത്ത് കുളം കുഴിച്ച് അതിനു മുകളിൽ ഒരു ഇരുനില വീട്. കുളത്തിൽ നിറയെ മീനുകളും തവളകളും പാമ്പുകളും. വീടിനു ചുറ്റും നക്ഷത്രമരങ്ങളും ദശപുഷ്പങ്ങളും നിറച്ച പച്ചപ്പ്. പൊതുപ്രവർത്തകരും മുക്കം പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ തച്ചാലത്ത് ഗോപാലേട്ടന്റെ വീടും പരിസരവുമാണ് പ്രകൃതി സ്നേഹികളെ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ ഈ മണാശ്ശേരി ഗ്രാമത്തിൽ, ഞാൻ ഇവിടെ തന്നെ ജനിച്ചത്. ഇന്നൊരു 10 മിനിറ്റ് നടന്നാൽ ഞങ്ങൾ തറവാട്ട് വീട്ടിൽ എത്തും. അപ്പോൾ ഇവിടെ ജനിച്ച് വളർന്ന ചെറുപ്പത്തിലൊക്കെ തന്നെ അച്ഛൻ ഇവിടെ നെല്ലുണ്ടാക്കും, അമ്മ കരഭൂമിയിൽ കൂർക്കൽ, ചെറിയ ചേമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയെടുത്ത വിളകളിൽ നിന്ന് കിട്ടി അത് എടുത്തിട്ട് തന്നിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഇവിടെ ഒക്കെ നെൽവയലുകളായിരുന്നു. ആ നെൽവയലുകൾ മിക്കതും ഇല്ലാതെയായി. അതുണ്ടാക്കിയ മാനസികമായുള്ള വികാരം തന്നെയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോരാൻ തയ്യാറായത്. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മുകളിൽ ഒരു വീടെന്ന വിചിത്ര ആഗ്രഹത്തിൽ നിന്നാണ് ഈയൊരു മനോഹര കാഴ്ചയുടെ പിറവി. തോടും കാടും കുളവും വീടും കാവും 5ഉം ചേർന്നൊരിടം. വേനലിലും മഴക്കാലത്തും ഒന്നും തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ഇനി വെള്ളം പൊങ്ങിയാലും നമ്മളെ വീട്ടിലേക്ക് കയറില്ല. ആ പഴയ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്ക കാലത്തുണ്ടായിരുന്ന ഹൈറ്റ്, ഉയരം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ലെവലിനെക്കാളും ഒരു 2 അടിയോളം ഉയർത്തിയിട്ടാണ് ഇവിടെ വീടുണ്ടാക്കിയത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുമ്പോൾ ഈ കാലിൻ്റെ ഇടയിൽ കൂടി അങ്ങ് പോകും. നമ്മളെ വീട്ടിൽ യാതൊരു വിഷമം ഉണ്ടാവില്ല. പച്ചപ്പിനെയും പ്രകൃതിയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിന് വനമിത്ര പുരസ്കാരമടക്കം തേടിയെത്തിയ അംഗീകാരങ്ങളും നിരവധിയാണ്. കുട്ടികളും പ്രകൃതി സ്നേഹികളും അടക്കം നിരവധി പേരാണ് സന്ദർശകരായി എത്തുന്നത്. കണ്ടും അറിഞ്ഞും മനസ്സ് നിറഞ്ഞവർ മടങ്ങുമ്പോൾ ഗോപാലേട്ടനും നിറഞ്ഞ സംതൃപ്തി. ജനം, കോഴിക്കോട്.